ചില വെളിപ്പെടുത്തലുകളുടെ പേരിൽ താൻ അനുഭവിക്കുകയാണെന്ന് പൾസർ സുനി. സുനിയെ തൃക്കാക്കര ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുന്നു. പ്രശാന്ത് ചേർന്നുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, വിശദാംശങ്ങൾ. സൗമ്യ, നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് മൊബൈൽ ഫോണിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ പൾസർ സുനിയെ ഇതിന്റെ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ സുനി വെളിപ്പെടുത്തിയിരിക്കുന്നത് നടിയെ ആക്രമിച്ചുമായി ബന്ധപ്പെട്ട കേസിലാണ് തന്നെ കൂടുതലായി ഇപ്പോൾ ചോദ്യം ചെയ്തു ഇരിക്കുന്നത്. അതുകൊണ്ട് രാവിലെ തന്നെ തനിക്ക് ശരീരവേദന അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ തൃക്കാക്കര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ സുനിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. ഒപ്പം തന്റെ ചില കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തിയതിന്റെ പേരിൽ താനിപ്പോൾ അനുഭവിക്കുകയാണ്. ഒരു പക്ഷേ തന്റെ മരണമൊഴി എടുക്കേണ്ടി വരും എന്നുള്ളതാണ് സുനി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം സുനി ദിലീപുമായി വിളിച്ചതിന്റെ അല്ലെങ്കിൽ ദിലീപ് സുനിയെ വിളിച്ചതിന്റെയോ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള വിശദാംശങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള സൂചന. അത്തരത്തിൽ ഇരുവരും തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ള ചോദ്യം ചെയ്യലിൽ നിന്നെല്ലാം തന്നെ പുറത്തു വന്നിട്ടുള്ള ചില വസ്തുതകൾ. എന്തായാലും നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് സുനിയെ ചോദ്യം ചെയ്തു വരികയാണ്. ഇപ്പോഴും സുനി പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. സുനിയെ ഇൻഫോ പാർക്ക് സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. പ്രശാന്ത്, ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ്? വൈദ്യപരിശോധന എപ്പോഴാണ് കഴിയുക? ഇപ്പോൾ വൈദ്യപരിശോധനയും മറ്റു നടപടിയിൽ കക്ഷിയാണ്. കാരണം സുനി ഇപ്പോൾ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. മാത്രമല്ല ഫോൺ സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തു വന്നാൽ അതിന്റെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അത് സംബന്ധിച്ച കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാവുക. മാത്രമല്ല ഇപ്പോൾ നടി ആക്രമിച്ചുമായി ബന്ധപ്പെട്ട കേസിൽ സുനിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നു. ഒപ്പം ഈ ഫോണിന്റെ വിവരങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ ഏകോപിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ലഭിച്ചിട്ടുള്ള തെളിവുകളുടെ വസ്തുതകൾ വിലയിരുത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പരിശോധനകളും എല്ലാം തന്നെയാണ് ഈ ചോദ്യം ചെയ്യലിലൂടെ പുരോഗമിക്കുന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ ഇപ്പോഴും മധ്യപരിശോധനയ്ക്ക് ശേഷം ചോദ്യം ചെയ്യൽ വീണ്ടും തുടരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ. അത് ഇൻഫോ പാർക്ക് സ്റ്റേഷനിൽ വെച്ചാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുക. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതിനോട് സമാനമായ ചില കാര്യങ്ങളാണ് ഇന്നും വീണ്ടും സുനി പറഞ്ഞിട്ടുള്ളത്. അതായത് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിൽ താൻ അനുഭവിക്കുകയാണ് എന്ന് സുനി പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം ആദ്യം മുതൽക്കേ തന്നെ ഇനി ഇതിൽ വൻപൻ സ്രാവുകൾ ഉൾപ്പെടാനുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെയും പുറത്ത് ജാമ്യത്തിലേക്ക് പോകാതെ, കാരണം ഭീഷണിയുണ്ട് അല്ലെങ്കിൽ ജീവന ഭീഷണിയുണ്ട് എന്നൊരു സാഹചര്യത്തിൽ ജാമ്യത്തിലേക്ക് പോകാതെ നിലപാടെടുക്കാൻ അഡ്വക്കേറ്റ് ആളൂർ മുന്നോട്ട് വന്നിരുന്നു. ഇത്തരം പശ്ചാത്തലത്തിലൊക്കെ തന്നെയും കാര്യങ്ങൾ ശരിയായ ദിശയിൽ നീങ്ങുന്നു, അന്വേഷണം ശരിയായ ദിശയിലാണ് നീങ്ങുന്നത് എന്ന സൂചനകൾ കൂടിയല്ലേ? ഒരിക്കൽ കൂടി അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് നീങ്ങുന്നത് എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് വമ്പൻ സ്രാവുകൾ കുടുങ്ങാനുണ്ട് എന്ന് തന്നെയുള്ള കാര്യങ്ങൾ സുനി സൂചിപ്പിച്ചിരുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ചില സഹതടവുകാരെ അടക്കം തന്നെ പോലീസ് മൊഴി രേഖപ്പെടുത്താനായി വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വിശദാംശങ്ങൾ അറിയാനായി വിളിച്ചിട്ടുണ്ട്. സുനിയുടെ ഒരു കൂട്ടുപ്രതിയോടൊപ്പം ജയിൽ കഴിഞ്ഞ ഒരാളെ കൂടി ആലുവയിലേക്ക് വിളിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള സൂചനകൾ. എന്തായാലും ഇത് സംബന്ധിച്ച കാര്യത്തിൽ കൃത്യമായിട്ടൊരു വ്യക്തത കൈവരുത്തുന്നതിന് വേണ്ടി പോലീസ് വളരെ ജാഗരൂകരായി തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിന്റെ തെളിവ് കൂടിയാണിത്. മാത്രമല്ല സുനിയെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിലും അതുപോലെ കൃത്യമായ രീതിയിൽ, കാരണം സുനിയിൽ നിന്ന് വിവരങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിലെല്ലാം തന്നെ പോലീസ് കൃത്യമായ രീതിയിൽ തന്നെ ഉടൻ പ്രവർത്തിക്കുന്നു എന്നത് തന്നെ വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. അന്വേഷണം ശരിയായ രീതിയിൽ തന്നെ പോകുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. എന്തായാലും സുരക്ഷാ ഭീഷണി തനിക്ക് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന തരത്തിൽ സുനി വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുന്നതിന്റെ കാര്യത്തിൽ സുനി കോടതിയിൽ നിലപാടുകൾ. മാത്രമല്ല അതിന്റെ ഭാഗമായി 18 വരെ സുനിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ സുനി ഈ പോലീസ് കസ്റ്റഡി വാങ്ങിയപ്പോൾ ഫോൺ സംബന്ധിച്ച കാര്യങ്ങളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇനിയും പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. അതിന്റെ കാര്യത്തിൽ ഇപ്പോഴും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകളും ഇതിനുശേഷം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായിരിക്കുന്ന സൂചനകൾ. ഒരുപക്ഷെ ഇവിടെ ഇനിയും ക്ലാരിറ്റി വരേണ്ട വിഷയങ്ങൾ പ്രധാനമായും ഉള്ളത് നമുക്കറിയാം തെളിവുകൾ തന്നെയാണ്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നത് തന്നെയാണ്. അവിടെ പൾസർ സുനി ആവർത്തിച്ച് പല കാര്യങ്ങളും മാറ്റി മാറ്റി പറയുന്നുണ്ട് എന്നൊരു വിഷയം കൂടി വരുന്നൊരു പശ്ചാത്തലത്തിൽ ഇത് ഏതെങ്കിലും വിധത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ അന്വേഷണ സംഘത്തെ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെളിവുകൾ പലതും പോലീസിന്റെ പക്കൽ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ തെളിവുകളെ ഏകോപിപ്പിക്കുന്ന ഒരു രീതിയിലേക്കുള്ള ഇതാണ് ഇനി വരേണ്ടതുള്ളത്. കാരണം വിവിധങ്ങളായിട്ടുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചു. ഈ തെളിവുകളെ തമ്മിൽ ഏകോപിപ്പിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് പുരോഗമിക്കുന്നത്. അതിന്റെ ഒരു ഏകീകരണം അല്ലെങ്കിൽ അതിന്റെ ഒരു ഏകോപിപ്പിക്കുക, കാരണം ഏത് രീതിയിലാണ് ഇത് തമ്മിൽ പരസ്പരം പരിശോധിക്കുക. കാരണം സുനിൽ നൽകിയിട്ടുള്ള മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ, ഒപ്പം ആ മൊഴിയിൽ പറഞ്ഞിട്ടുള്ള കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഇതെല്ലാം വ്യക്തതയോടുകൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമേ അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുന്നത്. എന്തായാലും
ഈ ഒരു ഫോണുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ, ചില കാര്യങ്ങൾ സുനി സമ്മതിച്ചു എന്ന് തന്നെയാണ്. കാരണം ഈ ഫോൺ റെക്കോർഡ്സിലെ ചില വിവരങ്ങൾ അല്ലെങ്കിൽ വിളിച്ചവരെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ സുനി സമ്മതിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായ സ്ഥിരീകരണം. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഒരു വലിയ അല്ലെങ്കിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന നടൻ ദിലീപിനെ സുനി വിളിക്കുകയോ ചെയ്തിട്ടില്ല, മറിച്ച് ദിലീപ് സുനിയെ വിളിക്കുകയോ ചെയ്തിട്ടില്ല എന്ന കാര്യത്തിൽ ഒരു വ്യക്തത പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ മറ്റു പലരും സുനിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് 4 നമ്പറുകളടക്കം കേന്ദ്രീകരിച്ചുള്ള കാര്യത്തെക്കുറിച്ചായിരുന്നുള്ള പരിശോധന. ഇന്നലെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ മറ്റ് ധർമ്മജൻ ബോഗാട്ടിയും അതുപോലെ തന്നെ നടൻ ദിലീപിന്റെ അനുജനെയും എല്ലാം തന്നെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. എന്തായാലും ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കൂടിയും ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സുനിയെ എപ്പോഴും ഈ ഫോണുമായി ബന്ധപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യാൻ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഇനി സുപ്രധാനമായുള്ളത് നേരത്തെ തന്നെ പ്രശാന്ത്, അതായത് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോട് ഒപ്പം നിർത്തിക്കൊണ്ട് തന്നെ സുനിയെ ചോദ്യം ചെയ്യുന്നത് വളരെ സുപ്രധാനമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഫോൺ വിളിയുടെ കാര്യത്തിലൊക്കെ, ജയിലിലെ ഫോൺ വിളിയുടെ കാര്യത്തിലൊക്കെ വളരെ ക്ലാരിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ ഈ ഒരു പശ്ചാത്തലത്തിലൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ചോദ്യാവലികൾ തയ്യാറാക്കുക അങ്ങനെയൊക്കെയുള്ള നടപടികളിലായിരുന്നു അന്വേഷണ സംഘം. അതുകൊണ്ടൊക്കെ തന്നെ ഉടൻ തന്നെ അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കുമെന്നാണോ? എന്തായാലും ഇപ്പോൾ പലരെയും ഒറ്റക്കൊറ്റക്ക് വിളിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ മൊഴികൾ പോലീസ് പരിശോധിക്കുന്നു. ഈ മൊഴികളിൽ ആരുടെ മൊഴികളിലൊക്കെ തമ്മിലാണ് പൊരുത്തമുള്ളത്, പൊരുത്തക്കേടുകളുള്ളത്, ഇത്തരം കാര്യങ്ങളിൽ തന്നെ പോലീസ് കൃത്യമായുള്ള വീക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുനിയെ ചോദ്യം ചെയ്യുക. അതിനുശേഷം ഇവരെ ഒരുമിച്ചിരുത്തി, കാരണം ഇത്തരം ഒരു കാര്യത്തിൽ ഈ വൈരുദ്ധ്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഒരുമിച്ചിരുത്തിക്കൊണ്ട് ചില കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തേണ്ടത്, അതിനുള്ള മറ്റു നടപടികളും അതിനുശേഷം ഉണ്ടാകും. അതിന്റെ ഭാഗമായിട്ടുള്ള ചില നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴുള്ള ഈ മറ്റ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. എന്തായാലും സുനിയെ വീണ്ടും, കാരണം ഇന്നലെ നടനെയും അതുപോലെ തന്നെ ധർമ്മജൻ ബോഗാട്ടിയും അതുപോലെ തന്നെ അനൂപിന്റെ സഹോദരനെയും ചെയ്തിരുന്നു. അതിനുശേഷം ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി പോലീസ് ഇത്തരം ഒരു ചോദ്യാവലിയിലൂടെ സുനിയോട് ചോദിച്ചേക്കാം. അതിനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. അതിനുശേഷമായിരിക്കും വിശദമായി ഇവരുടെ മൊഴികളെല്ലാം നമുക്ക് പ്രശാന്ത് ഒരുപക്ഷെ ഇപ്പോൾ സുനി പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിലേക്ക് തന്നെ വരാമെന്ന് തോന്നുന്നു. അതായത് തന്റെ മരണമൊഴി എടുക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. കൊട്ടേഷൻ ആണോ എന്നൊരു ചോദ്യത്തിന് മറുപടിയായാണ് ഇത്തരം ചില കാര്യങ്ങൾ കൂടി സുനി ആവർത്തിച്ചു പറയുന്നത്. അതായത് പുറത്തിറങ്ങിയാൽ തനിക്ക് അപകടമുണ്ട് എന്ന് വ്യക്തമായി തന്നെ സുനി ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നേരത്തെ പ്രശാന്ത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണം നേരായ ദിശയിൽ പോകുന്നു എന്ന് മാത്രമല്ല, ഈ ഉന്നതർ കുടുങ്ങാനിരിക്കുന്ന ഈ സ്രാവുകൾ അപകടകാരികൾ കൂടിയാണ് എന്ന ഒരു സൂചന കൂടിയൊക്കെ ആവർത്തിച്ച് സുനി പറയുമ്പോൾ ഒരുപക്ഷെ അത് ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ എത്രത്തോളം സുപ്രധാനമാണ് സുനിയുടെ ഇത്തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകൾ? സൗമ്യ, തീർച്ചയായും സുനിയുടെ ആ വമ്പൻ സ്രാവുകൾ കീഴടങ്ങാനുണ്ട് അല്ലെങ്കിൽ ഇനിയും ഉണ്ട് എന്നുള്ള സുനിയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ വെറുതെ തള്ളിക്കളയാനാകില്ല. കാരണം സുനി അത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് പല ഘട്ടങ്ങളിലും സുനി ആവർത്തിക്കുകയുണ്ടായി. മാത്രമല്ല ഇത് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ താൻ വളരെയധികം അനുഭവിക്കുകയാണ് എന്ന് സുനി പറയുന്നു. ഒപ്പം കോടതിയുടെ മുന്നിൽ ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പോലും അതിലെ മൗനം പാലിച്ചു. കാരണം റിമാൻഡ് വീണ്ടും ജാമ്യം വേണ്ട, കാരണം സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന തരത്തിൽ സുനി പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ വലിയ ഇടപെടലുകൾ ഉണ്ട് എന്ന് തന്നെ വേണം വ്യക്തമാക്കാൻ. അത്തരത്തിൽ സുനി ആരെയൊക്കെയോ ഭയക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും ബോധ്യമാകുന്നത്. ഒപ്പം ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയതിന്റെ പേരിൽ താൻ അനുഭവിക്കുകയാണ്, തന്റെ മരണമൊഴി എടുക്കേണ്ടി വരും എന്ന് സുനി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ പിന്നിൽ ഈ സുനി ഉദ്ദേശിച്ചുള്ള വമ്പൻ സ്രാവുകൾ ഇതിന്റെ പിന്നിലുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ തന്നെ അപകടപ്പെടുത്തിയേക്കാം ഒരുപക്ഷെ ജാമ്യത്തിലിറങ്ങിയാൽ. അക്കാര്യത്തിലെല്ലാം തന്നെ സുനിക്ക് വലിയൊരു ഭയം ഉണ്ട് എന്ന് തന്നെ വേണം ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഇവിടെ നമുക്കറിയാം പ്രശാന്ത്, ആദ്യഘട്ടത്തിൽ കൊട്ടേഷന്റെ സൂചനകൾ നൽകാതെ അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ ട്വിസ്റ്റ് ചെയ്യാനൊക്കെ സുനി ശ്രമിച്ചിരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോഴത്തെ ഈ മൊഴിമാറ്റലുകൾ, അതായത് മാറ്റി മാറ്റി പറയുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ വീണ്ടും പറയുന്നു. കാരണം കസ്റ്റഡിയിലായി ഇത്ര ദിവസം കഴിഞ്ഞിട്ടും വെളിപ്പെടുത്താത്ത പല കാര്യങ്ങളും ഇപ്പോൾ വെളിപ്പെടുത്തുന്നതിലൊക്കെ തന്നെയും മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ടോ അന്വേഷണ സംഘം? അതായത് നിലവിൽ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുനിക്കൊപ്പം ഒരുപക്ഷെ അപ്പുണ്ണിയെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തള്ളിക്കളയാനാണ്. കാരണം സുനിൽ ജയിലിൽ നിന്ന് അപ്പുണ്ണിയുടെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചിരുന്നു. ഇത് എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിന് അപ്പുണ്ണിയും നാദിർഷയും ദിലീപ് എന്നിവർ പരസ്പര വിരുദ്ധമായിട്ടുള്ള മറുപടികൾ നൽകിയിരുന്നു. അപ്പൊ ഇതിലെല്ലാം തന്നെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. മാത്രമല്ല ഒരുപക്ഷെ ഇതിൽ ആരോപിക്കപ്പെടുന്ന നടിയുടെ ഷോപ്പിൽ
സുനിയെ തെളിവെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അത്തരം കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ചില ചോദ്യം ചെയ്യലുകളും മറ്റു കാര്യങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നത്. ചില സംശയങ്ങൾക്കുള്ള മറുപടിയും കിട്ടിയ തെളിവുകളുടെ വ്യക്തതയും തേടിയായിരിക്കും സുനിയെ പ്രധാനമായിട്ടും പോലീസ് സംഘം ചോദ്യം ചെയ്യുക. അതിനുശേഷം അറസ്റ്റിനെ കുറിച്ചുള്ള അന്തിമ തീരുമാനത്തിലേക്കെല്ലാം തന്നെ കടക്കാനുള്ള സാധ്യതയുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നടൻ ദിലീപിനെ പൾസസിന് എഴുതിയ കത്തിലെ വരിയിലും ഒളിഞ്ഞു കിടക്കുന്ന ചില വിവരങ്ങളും എല്ലാം തന്നെ ചോദിച്ചറിയാം. അതുപോലെ ദിലീപ്, നാദിർഷ, അപ്പുണ്ണി എന്നിവരെ സുനിയുടെ ചോദ്യം ചെയ്ത് പൂർത്തിയാക്കിയ ശേഷം ചോദ്യം ചെയ്താൽ മതിയോ എന്ന കാര്യത്തിലും തീരുമാനം എടുത്തിട്ടില്ല. പക്ഷെ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷണം നേരായ രീതിയിൽ തന്നെ പോകുന്നു എന്നുള്ള സൂചനകൾ നൽകുമ്പോൾ ഇതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോഴുള്ള ചില നടപടിക്രമങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി തന്നെയാണ് പോലീസ് ഇപ്പോഴുള്ള ചോദ്യം ചെയ്യലുകളും. പ്രശാന്താണ് ഏറ്റവും പുതിയ ചില വിവരങ്ങൾ നൽകിയത്. ഇങ്ങനെ പോയാൽ തന്റെ മരണമൊഴി എടുക്കേണ്ടി വരും എന്നതാണ് പൾസർ സുനി ഏറ്റവും ഒടുവിലായി പറഞ്ഞിരിക്കുന്നത്. സുനിയുടെ ദേഹപരിശോധനയ്ക്കായി മെഡിക്കൽ ഡീറ്റെയിൽസ് എടുക്കുന്നതിനായി ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ്. നികേഷ് കൂടി ചേരുന്നുണ്ട്. കേസിന്റെ ഏറ്റവും പുതിയ ഇന്നത്തെ നടപടിക്രമങ്ങളൊപ്പം അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ചില വിവരങ്ങൾ കൂടി ആഡ് ചെയ്യാനായി. നികേഷ്, ഇന്നിനെ ഇപ്പോൾ ഉടൻ തന്നെ ചോദ്യം ചെയ്യലുകൾ ഇവരെ എല്ലാവരെയും കൂടി നിർത്തിയുള്ള ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ? അത്തരം നടപടികളൊക്കെ എപ്പോഴേക്കായിരിക്കും? സൗമ്യ, ഈ അന്വേഷണത്തിന്റെ പൊതുപുരോഗതി വിലയിരുത്തുകയാണെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ഇന്നൊരു നിർണായകമായ നീക്കം പൾസർ സുനിക്ക് ജയിലിൽ സഹായം ചെയ്തുവെന്ന് ആരോപിതനായ ഒരു വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. കോട്ടയം സ്വദേശിയായ സുനിയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാൾ ജയിലിൽ പൾസർ സുനിയെ സഹായിച്ചു, ഫോൺ ചെയ്യാൻ സഹായിച്ചു, അതോടൊപ്പം തന്നെ ജയിലിനകത്തേക്ക് മൊബൈൽ ഫോൺ കടത്താൻ സഹായിച്ചു എന്നുള്ള കുറ്റത്തിനാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് ശേഷമേ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഇയാൾ കോട്ടയം സ്വദേശിയാണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതേ വിഷയത്തിൽ ഇതേ കുറ്റത്തിന് നേരത്തെ വിഷ്ണു, അതോടൊപ്പം തന്നെ വിജേഷ് എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ജയിലിലെ ഫോൺ വിളിയുടെ പേരിലാണ് പൾസർ സുനി ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യുന്നത്. അതിൽ പ്രധാനമായും ഗൂഢാലോചന സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് പോലീസ് പൾസർ സുനിയിൽ നിന്ന് ചോദിച്ചറിയാൻ ശ്രമിക്കുന്നത്. ഇതിൽ മറ്റൊരു നിർണായകമായ വിവരം എന്നത് മറ്റു ചില പ്രമുഖരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ഈ കൊട്ടേഷൻ ഇതിലെ സൂത്രധാരൻ ആരാണെന്ന്, ഈ നടിയുടെ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഏറ്റവും പ്രധാന സൂത്രധാരനിലേക്ക് എത്തിച്ചേരാൻ കഴിയുമോ എന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില പ്രമുഖരെ കൂടി പോലീസ് ചോദ്യം ചെയ്തേക്കും. ഒരുപക്ഷെ ആലുവ പോലീസ് ക്ലബിലേക്ക് വിളിച്ചു വരുത്തിയാവും ഇവരെ ചോദ്യം ചെയ്യുക. ഈ കൊട്ടേഷന് പുറമെ ഇപ്പോൾ നിലവിൽ നടന്ന സംഭവത്തിന് പുറമെ മറ്റൊരു കൊട്ടേഷൻ ഉണ്ടോ, ഈ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്താൻ മറ്റൊരു കൊട്ടേഷൻ ഉണ്ടോ എന്നുകൂടി പോലീസിന് സംശയമുണ്ട്. ആ വഴിക്കുള്ള അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടക്കുകയാണ്. വളരെ രഹസ്യമായാണ് പോലീസ് ഈ നീക്കം നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റു ചില പ്രമുഖരിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾ വരുന്നത്. അവിടെ തന്നെയാണ് ഇപ്പോൾ സുനി ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ആ സ്രാവ് പരാമർശങ്ങളിൽ നിന്നും അതിനോടൊപ്പം ചേർത്ത് വെക്കത്തക്ക രീതിയിൽ ഇങ്ങനെ പോയാൽ തന്റെ മരണമൊഴി രേഖപ്പെടുത്തേണ്ടി വരും എന്ന കാര്യങ്ങൾ, അതായത് കൂടുതൽ ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിലേക്ക് കേസ് പോകുന്നുണ്ട് എന്ന ഒരു സൂചന കൂടി, അതായത് കൂടുതൽ ഉന്നതരോ അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള മെയിൻ ബ്രെയിനിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന സൂചന കൂടി പൾസറിന്റെ ഈ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുമോ? പൾസർ സുനിയുടെ സ്രാവ് പരാമർശം അത്ര നിസ്സാരമായല്ല പോലീസ് തള്ളിക്കളയുന്നത്. ഈ സ്രാവ് ആരാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ആരോപണ വിധേയരായവരാണോ അതോ ഇതിനപ്പുറത്തേക്ക് മറ്റു ചിലർ കൂടി ഇതിൽ പങ്കാളികളായോ എന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഇത് സംബന്ധിച്ചൊരു സമഗ്രമായ അന്വേഷണത്തിലാണ് പോലീസ്. ഇപ്പോൾ ആരോപണ വിധേയരായവരെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്തേക്കും. പൾസർ സുനിയുടെ സാന്നിധ്യത്തിലാവും ഒരുപക്ഷെ ചോദ്യം ചെയ്യൽ. പക്ഷേ അതിൽ നിർണായകമാവുക പൾസർ സുനിയുടെ മൊഴി തന്നെയാണ്. ജയിലിൽ മൊബൈൽ ഉപയോഗിച്ചതിൻ്റെ പേരിലാണ് പൾസർ സുനി കസ്റ്റഡിയിലുള്ളത്. പക്ഷേ പ്രധാനമായും ചോദ്യം ചെയ്യുക ഈ ഗൂഢാലോചന സംബന്ധിച്ച് തന്നെയാകും. ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിരുന്നു പോലീസ്. ഇതിൽ ചില നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയുണ്ടായി. പോലീസ് ലഭിച്ച തെളിവുകളുമായി ഒത്തുപോരുന്നതായിരുന്നു ആ ഘട്ടത്തിൽ പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ. ജയിലിൽ നിന്ന് ഫോൺ ചെയ്തിരുന്നു എന്ന് പോലീസിനോട് പൾസർ സുനി സമ്മതിച്ചു. നാദിർഷയെയും അതോടൊപ്പം തന്നെ അപ്പുണ്ണിയെയും ആണ് ഫോൺ ചെയ്തതെന്ന് പൾസർ സുനി സമ്മതിച്ചു. അതോടൊപ്പം തന്നെ ജയിലിലെ ഫോണിൽ നിന്നാണ് ഫോൺ ചെയ്തത്, നാദിർഷയ്ക്ക് ഫോൺ ചെയ്തതെന്നാണ് അപ്പുണ്ണിയെ ഫോൺ ചെയ്തതെന്നാണ് പൾസർ സുനി പറയുന്നുണ്ട്. പൾസർ സുനി പറയുന്ന കാര്യങ്ങൾ പോലീസ്
എത്രമാത്രം മുഖവിലക്കെടുക്കുന്നു, ഇതിന് എത്രമാത്രം സത്യസന്ധമാണ് ഈ മൊഴി എന്നതും പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ദിലീപിനെയും നാദിർഷയും അപ്പുണ്ണിയും പോലീസ് 13 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, ആ ഫോൺ വിളിച്ച് സംബന്ധിച്ച് ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും പോലീസ് ശാസ്ത്രീയമായി ശേഖരിച്ച ഫോൺ റെക്കോർഡുകളുടെ വിവരങ്ങളും അതോടൊപ്പം തന്നെ പൾസർ സുനി ഇന്നലെ പറഞ്ഞ, അതായത് ചോദ്യം ചെയ്യൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞ വിവരങ്ങളും ഒത്തുചേരുന്നുണ്ടോ എന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുക. രണ്ടാമത്തെ ഘട്ടത്തിൽ പോലീസിന്റെ ചോദ്യം ചെയ്യലുമായി പൾസർ സുനി സഹകരിക്കുന്നില്ല എന്നാണ് നമ്മൾ ലഭിക്കുന്ന വിവരം. കാര്യങ്ങൾ മാറ്റി പറയുന്നു, ചില വിവരങ്ങൾ മറച്ചുവെക്കുന്നു, ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറയുന്നു. പക്ഷേ കൂടുതൽ വിവരങ്ങൾ പോലീസിന് കൃത്യമായി കിട്ടേണ്ടതുണ്ട്. ആ ചോദ്യം ചെയ്യൽ ആ വഴിക്ക് വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴുള്ള നീക്കം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സൂത്രധാരയിലേക്ക് എത്തിപ്പെടാൻ കഴിയുമോ എന്നാണ് പോലീസിന്റെ ഭാഗത്ത് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രധാന അന്വേഷണം. ഇവിടെ കൂടുതൽ പേര് നമുക്കറിയാം, ഇന്നലെ ഇപ്പം അപ്രതീക്ഷിതമായിരുന്നു ധർമ്മജൻ ബോൾഗാട്ടി അങ്ങോട്ട് വിളിച്ചത്. ആ ചിത്രം ബേസ് ചെയ്തായിരുന്നു, ആ ഒരു ഫോട്ടോ ബേസ് ചെയ്തായിരുന്നു ചോദ്യം ചെയ്യലും അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കലും ഒക്കെ തന്നെ. ഒപ്പം തന്നെ ദിലീപിന്റെ സഹോദരനെ വിളിച്ചു വരുത്തിയ സാഹചര്യം, ഇത്തരത്തിലുള്ള കൂടുതൽ ചോദ്യം ചെയ്യലുകളുടെ ഒക്കെ ഒരു പശ്ചാത്തലം എത്രത്തോളം ഉണ്ട് ഇന്നത്തെ ദിവസവും? അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലുകൾ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ അപ്രതീക്ഷിതമായാണ് ദിലീപിന്റെ സഹോദരനെ വിളിച്ചു വരുത്തിയത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ഒരു ഘട്ടത്തിലും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ധർമ്മജൻ ബോൾഗാട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. അത്തരത്തിലുള്ള ഒരു സമീപനം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആലുവ പോലീസ് ക്ലബ്ബിലാണ് ഇരുവരെ ഇന്നലെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തത്. സമാനമായ രീതിയിൽ കൂടുതൽ പേരിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. 2 ദിവസം മുമ്പ് IG ദിനേന്ദ്ര കശ്യപ് ഈ അന്വേഷണ തലവൻ ക്രൈംബ്രാഞ്ച് IG ദിനേന്ദ്ര കശ്യപ് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി വിശദമായ ചർച്ച നടത്തിയിരുന്നു. ഈ കേസിൻ്റെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വിലയിരുത്തിയിരുന്നു. അപ്പോൾ ഇദ്ദേഹം നൽകിയ നിർദ്ദേശം എന്ന് പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സംശയത്തിന് നിഴലുള്ളവരെ മുഴുവൻ ചോദ്യം ചെയ്യണം, ആരെയും ഒഴിവാക്കേണ്ടതില്ല, ആരെയും ഇതിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതില്ല എന്നാണ്. അത് അദ്ദേഹത്തിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച നിർദ്ദേശമാണ്. തൊട്ട് തലേന്ന് IG ദിനേന്ദ്ര കശ്യപ് DGPയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. DGP ഈ കേസ് സംബന്ധിച്ച് ചില വിലയിരുത്തലും ചില തൻ്റെ നിർദ്ദേശങ്ങളും അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു. ഇത് താഴെത്തട്ടിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് IG ദിനേന്ദ്ര കശ്യപ് നൽകുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് കുറെ കൂടി അന്വേഷണം സമഗ്രതയിലേക്ക് നീങ്ങിയത്. ദിലീപിൻ്റെ സഹോദരനെ ചോദ്യം ചെയ്യുന്നു. കൂടാതെ ഫോൺ ഉപയോഗത്തിൻ്റെ പേരിൽ പൾസർ സുനിയെ കസ്റ്റഡിയിലെടുക്കുന്നു. ചോദ്യം ചെയ്യൽ വീണ്ടും പുരോഗമിക്കുന്നു. അതായത് പ്രത്യേകിച്ചും ഗൂഢാലോചനയെ സംബന്ധിച്ചുള്ള അന്വേഷണം, അതോടൊപ്പം തന്നെ മൊഴിയെടുക്കൽ തുടരുന്നു. ദിലീപിൻ്റെ സെറ്റിലെത്തിയവരെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുന്നു, ഫോട്ടോഗ്രാഫുകൾ ശേഖരിക്കുന്നു. ഇത്തരത്തിൽ വളരെ സമഗ്രമായി ഈ ഗൂഢാലോചന സംബന്ധിച്ച് ഒരു അന്വേഷണം ഒരു അന്തിമഘട്ടത്തിലാണെന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയും. ഒരുപക്ഷെ നികേഷ്, ഈ ഒരു ഘട്ടത്തിൽ സുനി തന്റെ ജീവനെക്കുറിച്ച് അങ്ങേയറ്റം ബോധേഡാണ് എന്ന സുനിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഈ സ്രാവ് പരാമർശങ്ങളൊക്കെ അതോടനുബന്ധിച്ച് തന്നെ വേണം, കൂട്ടിച്ചേർത്ത് തന്നെ വേണം നമ്മൾ വായിക്കാൻ. ഒപ്പം ഈ ചില കാര്യങ്ങളിൽ സുനി വ്യക്തത വരുത്താതെ മാറ്റി പറയുന്നു എന്നുള്ളൊരു വിഷയവും കൂടി. ഒരുപക്ഷെ ഈ ഒരു ഭീതി സുനിയെ കാര്യങ്ങൾ ട്വിസ്റ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇത് അന്വേഷണത്തിനോട് സഹകരിക്കാത്ത ചില നിലപാടുകളിലേക്ക് സുനി പോകുന്നുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒരു പക്ഷേ ഈ ഒരു ഭീതി സുനിയെ എത്തിക്കാനുള്ള ഒരു സാഹചര്യം, അങ്ങനെ എന്തെങ്കിലും ഒരു ആശങ്ക അന്വേഷണ സംഘത്തിന് മുമ്പാകെയുണ്ടോ? അങ്ങനെയുള്ളൊരു കാര്യം തള്ളിക്കളയാതെ തന്നെയാണോ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്? ഈ ഘട്ടത്തിൽ, രണ്ടാം ഘട്ടത്തിൽ ഗൂഢാലോചന സംബന്ധിച്ചുള്ള പോലീസിന്റെ കൂടുതൽ ചോദ്യം ചെയ്യലുമായി പൾസർ സുനി സഹകരിക്കുന്നില്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് ഒരു പോലീസ് പ്രതീക്ഷിച്ചിരുന്നതാണ്. പോലീസ് നൽകുന്ന വിവരങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് മാത്രമാണ് പൾസർ സുനി ഉത്തരം നൽകുന്നത്. ഇത് കൂടുതൽ ഗൂഢാലോചന സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ സുനിയിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. ഈ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് സുനി സഹകരിക്കുന്നില്ല എന്നുള്ള ഒരു ആശങ്ക പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. സ്വാഭാവികമായും ഇതിന് ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി പൾസർ സുനിയെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായി പോലീസ് ശേഖരിച്ച തെളിവുകൾ പൾസർ സുനിക്ക് മുന്നിൽ നിരത്തും. അതിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യം ചെയ്യലിലേക്ക് കിടക്കും. അപ്പോൾ പൾസർ സുനിക്ക് ഇത്തരത്തിൽ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നാണ് പോലീസിൻ്റെ ഒരു വിശ്വാസം. ഇനി പൾസർ സുനി നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഒരു നീക്കം പൾസർ സുനിയുടെ ഭാഗത്തു നിന്ന് പോലീസ് പ്രതീക്ഷിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ചില നിർദ്ദേശങ്ങൾ DGP നൽകുകയുണ്ടായി. കാര്യങ്ങൾ മാറ്റി പറഞ്ഞ് അന്വേഷണ സംഘത്തെ കുഴപ്പിക്കാൻ, അതോടൊപ്പം തന്നെ ആശയക്കുഴപ്പത്തിലാക്കാൻ പൾസർ സുനിയെ പോലുള്ള ഒരു പ്രതി
തയ്യാറായേക്കുമെന്ന് പോലീസിന് നേരത്തെ തന്നെ സൂചന ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് പോലീസിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ആവശ്യമെങ്കിൽ മനഃശാസ്ത്ര വിദഗ്ധനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ ചോദ്യം ചെയ്യലുമായി മുന്നോട്ട് പോകാൻ നിർദ്ദേശം നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ശാസ്ത്രീയ പരിശോധനയുടെ ഭാഗമായി ഫോറൻസിക് വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറെ കൂടി ശാസ്ത്രീയമാക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. സൗമ്യ, ഇന്നിപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നടപടികൾ എങ്ങനെയാകും? ഇപ്പോൾ പൾസറിനെ ദേഹപരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ്, മെഡിക്കൽ കൊണ്ടുപോയിരിക്കുകയാണ്. മറ്റ് കാര്യങ്ങൾ, മറ്റ് നടപടികൾ എങ്ങനെയൊക്കെയാകും? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഇതിൽ സാധ്യത എന്ന് പറയുന്നത് പൾസർ സുനിയിൽ നിന്ന് ഇന്ന് മൊഴിയെടുക്കുക, വിശദമായി ചോദ്യം ചെയ്യുക. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് പൾസർ സുനി നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റു വിവരങ്ങൾ പോലീസിന് പൾസർ സുനി നൽകുകയാണെങ്കിൽ, മറ്റു ചിലരെക്കുറിച്ച് പൾസർ സുനി സൂചന നൽകുകയാണെങ്കിൽ, ഇത് പോലീസിൽ ലഭിച്ച വിവരങ്ങളുമായി അല്ലെങ്കിൽ തെളിവുകളുമായി, പോലീസ് ശേഖരിച്ച ശാസ്ത്രീയ തെളിവുകളുമായി ഒത്തുപോകുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചു വരുത്തുക. സമാനമായ നടപടികൾ പോലീസിന്റെ ഭാഗത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ദിലീപിന്റെ സഹോദരൻ അയൂബിനെ വിളിച്ചു വരുത്തി ഇതുമായി പൾസർ സുനിയുമായി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടെന്ന പേരിൽ ധർമ്മജൻ ബോൾഗാട്ടിയെ വിളിച്ചു വരുത്തി. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു തെളിവുകൾ പോലീസിന് ലഭിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പൾസർ സുനിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വ്യക്തികളുടെ പേരുകൾ ലഭിക്കുകയാണെങ്കിൽ അവരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുക, അവരിൽ നിന്ന് മൊഴിയെടുക്കുക, ആവശ്യമെങ്കിൽ മറ്റു നടപടികളിലേക്ക് കടക്കുക എന്നതാണ് പോലീസിന്റെ ഉണ്ടാകാൻ സാധ്യതയുള്ള നടപടികൾ. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു ചില പ്രമുഖരെയും പോലീസിന് സംശയമുണ്ട്. ഇത് സിനിമാ രംഗത്തു നിന്നുള്ളവർ തന്നെയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയത് നടിയുടെ വിവാഹം മുടക്കാനാണെന്നുള്ള ഒരു സൂചന പോലീസിന് ലഭിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരു നീക്കമാണോ ഇതിന് പിന്നിൽ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുൻപും സമാനമായ ചില ശ്രമങ്ങൾ പൾസർ സുനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അത് ആരിൽ നിന്നാണ്, ഏത് അവസരത്തിലാണ്, ആരാണ് ഇതിന് പിന്നിൽ എന്നതെല്ലാം സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അത് മറ്റു ചില പ്രമുഖരുമായി കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഒരു പക്ഷേ ഇവരെ ഈ സംശയത്തിന് നിഴലുള്ളവരെ, ഈ നാദിർ ഷാ, ദിലീപ് എന്നിവരെ കൂടാതെ ഇവർ കേവലം സംശയത്തിന് നിഴലിൽ മാത്രമാണ്. പൾസർ സുനി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും മറ്റ് ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഇരുവരെയും വിളിച്ചു വരുത്തിയത്. നാദിർ ഷായുടെയും അതോടൊപ്പം തന്നെ ദിലീപിൻ്റെയും പേര് പറഞ്ഞത് ഈ യഥാർത്ഥ സൂത്രധാരയെ രക്ഷിക്കാൻ വേണ്ടിയാണോ എന്നുകൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ന് പൾസർ സുനിയെ ഇത്തരത്തിലുള്ള കൂടുതൽ ഇതിൻ്റെ സൂത്രധാരയിലേക്ക് എത്തുന്ന തരത്തിലുള്ള ചില ചോദ്യം ചെയ്യലിനാവും പോലീസ് വിധേയമാക്കുക. സൗമ്യ, നികേഷാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും സുനിയുടെ ഏറ്റവും പുതിയ പ്രതികരണം വന്നിരിക്കുന്നത് ഇങ്ങനെ പോയാൽ തന്റെ മരണമൊഴി എടുക്കേണ്ടി വരും എന്നതാണ്. കൊട്ടേഷനാണോ എന്ന ചോദ്യത്തിനായിരുന്നു പൾസറിന്റെ ഇങ്ങനെ ഒരു മറുപടി. ഒപ്പം ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. മറുപടി കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ പേരുടെ ചോദ്യം ചെയ്യൽ ഒരു പക്ഷേ ഉണ്ടായേക്കും. സുനി അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നില്ല എന്നൊരു വിഷയവും നിലനിൽക്കുന്നുണ്ട്.